ചൈന പാകിസ്ഥാൻ കവചിത ഫ്ലീറ്റുകൾക്കെതിരെ ശക്തമായ നെറ്റ്വർക്ക് ചെയ്തതും മാരകവുമായ ഒരു പോരാട്ട സേനയെ സൃഷ്ടിക്കുന്നതിനായി 3000-ലധികം യുദ്ധ ടാങ്കുകളിൽ ISR ഡ്രോണുകൾ സജ്ജമാക്കാൻ ഇന്ത്യൻ സേന പദ്ധതിയിടുന്നു. കവചിത സേനയെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പിൽ എല്ലാ മെയിൻ ബാറ്റിൽ ടാങ്കുകളിലും ഇൻ്റലിജൻസ്, സർവൈലൻസ്, റെക്കണൈസൻസ് എന്നിവയ്ക്കായി ഒരു പ്രത്യേക ഡ്രോൺ ഘടിപ്പിക്കുന്നതിനുള്ള ഒരു നാഴികക്കല്ലാകുന്ന സംരംഭം ആരംഭിക്കാൻ ഇന്ത്യൻ സൈന്യം പദ്ധതിയിടുന്നു. 2028 ആരംഭിക്കുന്ന ഈ പരിപാടിയിൽ T-90 ഭീഷ്മ, തദ്ദേശീയ അർജുൻ ടാങ്കുകളുടെ ഫ്ലീറ്റുകൾ എന്നിവയുൾപ്പെടെ 3000-ലധികം ടാങ്കുകൾ ഈ ആളില്ല വ്യോമ സംവിധാനങ്ങളുമായി സംയോജിച്ച് ഇന്ത്യ കരയുദ്ധം നടത്തുന്ന രീതിയെ അടിസ്ഥാനപരമായി തന്നെ മാറ്റും. ഇന്ത്യയുടെ കവചിത യുദ്ധ സിദ്ധാന്തത്തിലെ ഒരു പ്രധാന തന്ത്രപരമായ മാറ്റമാണ് ഈ സ്വപ്ന പദ്ധതി അടയാളപ്പെടുത്തുന്നത്. ഓരോ ടാങ്കിനും അതിൻ്റെതായ വ്യോമ നിരീക്ഷണ ശേഷി നൽകുന്നതിലൂടെ വേട്ടക്കാരൻ കൊലയാളി ടീമുകളെ സൃഷ്ടിക്കുക എന്നതാണ് സൈന്യത്തിൻ്റെ ലക്ഷ്യം. ഇത് ഒരു ടാങ്കിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ഡ്രോൺ വേട്ടക്കാരനായി പ്രവർത്തിക്കും. യുദ്ധക്കളത്തിൽ ഒരു പക്ഷിയുടെ കാഴ്ച നൽകുന്നതിന് അത് സഹായിക്കും. അതേസമയം ടാങ്ക് ക്രൂ ഈ തത്സമയ ബുദ്ധി ഉപയോഗിച്ച് കൊലയാളിയായി പ്രവർത്തിക്കുകയും കൂടുതൽ കൃത്യതയോടെയും സുരക്ഷയോടെയും ലക്ഷ്യങ്ങളെ കണ്ടെത്തി ആക്രമിക്കുകയും ചെയ്യുന്നു. സങ്കീർണമായ എതിരാളികൾക്കെതിരെ ഇന്ത്യയുടെ കവചിത രൂപീകരണങ്ങളുടെ തന്ത്രപരമായ ചലനശേഷി, പോരാട്ട ഫലപ്രാപ്തി, അതിജീവനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ഘടകങ്ങൾ. സങ്കീർണമായ ശത്രു എതിരാളികൾക്കെതിരെ ഇന്ത്യയുടെ കവചിത വാഹനങ്ങളുടെ യുദ്ധതന്ത്രങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങളും പോരാട്ടത്തിൻ്റെ ഫലപ്രാപ്തിയും അതിജീവനവും എല്ലാം വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ മെച്ചപ്പെട്ട യുദ്ധതന്ത്രം സാങ്കേതികവിദ്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിവിധ നിർണായക റോളുകൾ നിർവഹിക്കുന്നതിനാണ് ഡ്രോണുകൾ വിഭാവനം ചെയ്യുന്നത്. ഇലക്ട്രോ ഒപ്റ്റിക്കൽ, തെർമൽ ഇമേജിംഗ് സെൻസറുകൾ ഘടിപ്പിച്ച ഹൈ ഡെഫിനിഷൻ ലൈവ് വീഡിയോ നേരിട്ട് ടാങ്ക് കമാൻഡറുടെ ഡിസ്പ്ലേയിലേക്ക് സ്ട്രീം ചെയ്യുക എന്നതാണ് അവയുടെ പ്രാഥമിക ധർമ്മം. മറഞ്ഞിരിക്കുന്ന ശത്രുസ്ഥാനങ്ങൾ കണ്ടെത്താനും പതിയിരുന്ന് ആക്രമണങ്ങൾ തിരിച്ചറിയാനും അവരുടെ സ്വാഭാവിക കാഴ്ചയ്ക്കപ്പുറത്തേക്ക് ശത്രുക്കളുടെ ചലനങ്ങൾ ട്രാക്ക് ചെയ്യാനും ഇത് ക്രൂവിനെ പ്രാപ്തമാക്കും. ചില കോൺഫിഗറേഷനുകളിൽ ഈ ഡ്രോണുകൾ സൂക്ഷ്മ യുദ്ധോപകരണങ്ങൾ വഹിച്ചേക്കാം. ഇത് ടാങ്കുകൾക്ക് കാലാൾപ്പട, ടാങ്ക് വിരുദ്ധ ടീമുകൾ അല്ലെങ്കിൽ മറ്റ് കവചിത വാഹനങ്ങൾ എന്നിവയെപ്പോലും ഒരു നിശ്ചിത ദൂരത്തിൽ നിന്ന് നേരിടാനുള്ള കഴിവ് നൽകുന്നു. ഈ സംരംഭത്തിൻ്റെ ഒരു പ്രധാന ഘടകം നൂതന ടാങ്ക് വിരുദ്ധ ആയുധങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ നേരിടേണ്ടതിൻ്റെ ആവശ്യകതയാണ്. സമീപകാല അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ എടുത്തു കാണിച്ച ഒരു പാഠമാണിത്. ഡ്രോണുകൾ നൽകുന്ന ആകാശ വീക്ഷണം മറഞ്ഞിരിക്കുന്ന ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈൽ ടീമുകളെയും ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങളെയും ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് കണ്ടെത്താൻ ക്രൂവിനെ അനുവദിക്കും. മത്സരാധിഷ്ഠിതമായ അന്തരീക്ഷങ്ങളിൽ പ്രവർത്തിക്കുന്നതിനും പാകിസ്ഥാൻ്റെ അൽ ഖാലിദ്, ചൈനയുടെ ടൈപ്പ് 99 സീരീസ് പോലുള്ള അയൽ രാജ്യങ്ങളുടെ ആധുനിക ടാങ്ക് ഫ്ലീറ്റുകളെ നേരിടുന്നതിനും ഈ പ്രതിരോധശേഷി ആവശ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ടാങ്കിൽ നിന്ന് നേരിട്ട് വിക്ഷേപിക്കാനും വീണ്ടെടുക്കാനും കഴിയുന്ന കോമ്പാക്ട് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ ഇന്ത്യൻ സൈന്യം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം സിസ്റ്റങ്ങൾ കരുത്തുറ്റതാണെന്നും ടാങ്ക് ക്രൂവിന് കുറഞ്ഞ പരിശീലനത്തോടെ തന്നെ പ്രവർത്തിക്കാൻ എളുപ്പമാണെന്നും ജാമിംഗ് പോലുള്ള ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങളെ പ്രതിരോധിക്കുന്നതാണെന്നും ഉറപ്പാക്കുക എന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയിക്കുന്ന ഓട്ടോമാറ്റിക് ടാർഗറ്റ് റെക്കഗ്നിഷൻ, GPS നിഷേധിച്ച പരിതസ്ഥിതികളിൽ നാവിഗേറ്റ് ചെയ്യാനുള്ള കഴിവ് തുടങ്ങിയ നൂതന സവിശേഷതകൾ ഡ്രോണിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സങ്കീർണവും ആധുനികവുമായ യുദ്ധക്കളത്തിൽ പ്രവർത്തന വിശ്വാസ്യത ഉറപ്പാക്കുന്നു.